ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കുകയും ചെയ്തു. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് ഒരു BJP സ്ഥാനാർത്ഥി ലോക്സഭയിലേക്ക് കാലെടുത്ത് വെക്കുകയും ചെയ്തു. ഇടതു വലതുപക്ഷങ്ങൾക്ക് വോട്ട് വിഹിതത്തിൽ വലിയ തിരിച്ചടിയായിരുന്നു 2024 തിരഞ്ഞെടുപ്പ് ഫലം. 2019 സംഭവിച്ച തിരിച്ചടി തന്നെ 5 വർഷത്തിന് ശേഷം 2024 സംഭവിച്ചു എന്ന ആശങ്ക ഒരു രാഷ്ട്രീയ വിലയിരുത്തലായി കണക്കാക്കേണ്ടതുണ്ട്. 2019 തിരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണം മനസ്സിലാക്കി പരിഹരിക്കുമെന്നാണ് CPMന്റെ ഭാഷ്യം. എന്നാൽ 5 വർഷത്തിന് ശേഷവും അതിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഒരു അട്ടിമറി വിജയമെന്ന പോലെ തൃശ്ശൂരിലെ ഒരു സീറ്റ് BJP അങ്ങ് എടുക്കുകയും ചെയ്തു. എന്തായാലും തോറ്റു, ഇനി ആ പഴി മറ്റാരുടെയെങ്കിലും മേലെ ചാർത്തിക്കൊടുക്കാമെന്ന നിലപാടെടുത്ത പോലെയായിരുന്നു CPM നേതാവ് MV ജയരാജന്റെ വാദം. തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ഇടതുപക്ഷ സൈബർ ആക്രമണവും നീക്കങ്ങളുമാണെന്ന പ്രസ്താവനയുമായി കഴിഞ്ഞ ദിവസമാണ് CPM നേതാവ് MV ജയരാജൻ രംഗത്ത് വന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രമാണ് യുവാക്കൾ നോക്കിയത്. അതിന്റെ അനന്തരഫലങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായത്. ഇങ്ങനെയായിരുന്നു ജയരാജന്റെ വാദം. സാമൂഹിക മാധ്യമങ്ങളിലെ അറിയപ്പെടുന്ന ഇടതുപക്ഷ അനുകൂല ഗ്രൂപ്പുകളെ ഉന്നം വെച്ചായിരുന്നു ജയരാജന്റെ പ്രസ്താവന. ചെങ്കോട്ട, പോരാളി ഷാജി തുടങ്ങിയ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെ പാർട്ടി വിലയ്ക്ക് വാങ്ങുന്നു. തുടക്കത്തിൽ ഇത്തരം ഗ്രൂപ്പുകളിൽ ഇടതുപക്ഷ അനുകൂല പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുമെങ്കിലും പിന്നെ ഇടതുവിരുദ്ധ പോസ്റ്റുകൾ വരും. നാം നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണത്. ഇക്കാര്യം പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കണമെന്നായിരുന്നു ജയരാജൻ പറഞ്ഞത്. തലമറന്ന് എണ്ണ തേച്ചതുപോലെ അധികാരത്തിലെത്തിയപ്പോൾ ജനങ്ങളെ മറന്ന് അവരെ പിഴിഞ്ഞ് ഭരിച്ചതാണ് ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണമെന്നും അതിന് തങ്ങളെ കാരണക്കാരാക്കി പഴിക്കേണ്ടതില്ലെന്നുമാണ് പോരാളി ഷാജി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ജയരാജന് മറുപടി കൊടുത്തത്. ഞങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടുമില്ല, വാങ്ങുകയുമില്ല. പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ് ഒന്നുമില്ല എന്നും കുറിപ്പിൽ കൂട്ടിച്ചേർത്തിരുന്നു. അക്കമിട്ട് നിരത്തിയായിരുന്നു പോരാളി ഷാജി ജയരാജന് മറുപടി കൊടുത്തത്. സപ്ലൈകോയിലെ സാധനങ്ങളുടെ കുറവ്, കെട്ടിട പെർമിറ്റ് ഫീസിലെ കുത്തനെയുള്ള വർധന, 6 മാസത്തോളം മുടങ്ങിക്കിടന്ന പെൻഷൻ, PSC റാങ്ക് പട്ടികയുമായി ബന്ധപ്പെട്ട സമരം, നവകേരള യാത്ര, നവകേരള സദസ്സിലുണ്ടായ പ്രതിഷേധവും പോലീസിന്റെ നടപടികളും, കർഷകർക്കായുള്ള ആനുകൂല്യങ്ങളുടെ നേരെ മുഖം തിരിച്ചത്, കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് തുടങ്ങി 19 വിഷയങ്ങളാണ് LDF തോൽവിക്കുള്ള കാരണങ്ങളായി പോരാളി ഷാജി തുറന്നു കാണിച്ചത്. 2024 തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ CPM നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് പോരാളി ഷാജി തൊടുത്തുവിട്ടത്. വീണ്ടും ഇത്തരമൊരു തോൽവിയിലേക്ക് കൂപ്പുകുത്തി വീഴാൻ കാരണക്കാർ പോരാളി ഷാജിയല്ല, മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രി മകൾക്കും മരുമകനും വേണ്ടി സേവകൾ ചെയ്യാൻ പാർട്ടിയെയും സർക്കാർ പൊതുധനത്തെയും ദൂർത്തടിച്ചത് കൊണ്ട് മാത്രമാണെന്നാണ് പോരാളി ഷാജി ഫേസ്ബുക്കിൽ കടുപ്പിച്ചു പറഞ്ഞത്. സാമൂഹിക രാഷ്ട്രീയ നേതാക്കളിൽ പലരും പോരാളി ഷാജിയെ പരോക്ഷമായും അപരോക്ഷമായും വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. പോരാളി ഷാജി ഒരു നേതാവിന്റെ സംവിധാനമാണെന്നും അതുപോലെ പല പേജുകളുമുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട്. പോരാളി ഷാജി ഒരു നേതാവിന്റെ സംവിധാനമാണ്. ചെങ്കതിര് ഒരാളുടേതാണ്, പൊൻകതിർ വേറൊരാളുടേതാണ്. ഇപ്പോൾ അവർ തമ്മിൽ പോരടിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി ഞങ്ങളെ ആയുധമാക്കി. എന്തുമാത്രം അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തവരാണ്. ഇപ്പോൾ അവർ തമ്മിൽ പോരടിക്കുകയാണ്. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. വലിയ പൊട്ടിത്തെറി തന്നെ CPMനുണ്ടാകും എന്നാണ് സതീശൻ പറയുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിയെപ്പറ്റി മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസംഗിച്ചതും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. നിയമസഭയിൽ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് കണക്ക് വെച്ച് വിശദീകരിച്ചു. എന്നാൽ ആ കണക്കല്ല MV ഗോവിന്ദൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പോലും 2 ധ്രുവങ്ങളിലാണ്. അതിനിപ്പോൾ ഒരു കാരണമെന്ന പോലെ പോരാളി ഷാജിയെ കൂട്ടുപിടിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ അത് ഒരു നേതാവിന്റെ സംവിധാനമാണ്. എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ഭരണവിരുദ്ധ വികാരമായാണ് തിരഞ്ഞെടുപ്പിൽ കണ്ടതെന്നാണ് സതീശന്റെ പക്ഷം.